So welcome to this session. ഇന്ന് എടുക്കുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഇതാണ് ഇന്ന് എടുക്കുന്നത്. എക്കോളജിക്കൽ യൂണിറ്റ് 10 ആണ് ഇന്നത്തത്. എക്കോളജിക്കൽ അതായത് എൻവയോൺമെന്റൽ പാരിസ്ഥിതികമായ അപ്രോച്ച്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പല വിധത്തിലുള്ള അപ്രോച്ച് ഉണ്ട്. ഇത് എക്കോളജിക്കൽ പറഞ്ഞ പാരിസ്ഥിതികമായിട്ടുള്ള അപ്രോച്ച്. കൺസെപ്റ്റ് ആശയം ഓഫ് എക്കോളജി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അഗ്രേറിയ പറഞ്ഞ നമ്മുടെ ഈ കർഷകർ, ഓക്കെ. ആൻഡ് ഇൻഡസ്ട്രി പറഞ്ഞാൽ വെരി വെൽ ഇൻഡസ്ട്രിയ മോഡൽ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ പ്രിസ്മാറ്റിക് ഡിഫ്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ഫടിക ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വ്യതിചലിക്കുന്ന മോഡൽ. ഡെവലപ്പിംഗ് സൊസൈറ്റിയിൽ ഓരോരോ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ അത് എങ്ങനെയാണ് അത് ട്രാൻസ്പെറന്റ് ആവുക, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഏത് വിധത്തിലായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ, പലർക്കും പല ആവശ്യങ്ങളും പല ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഏത് വിധത്തിൽ പ്രവർത്തിക്കണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വേണം, ഇതൊക്കെയാണ്. പിന്നെ ബാസാർ ക്യാൻറ്റീൻ മോഡൽ. ബാസാർ ക്യാൻറ്റീൻ മോഡൽ പറഞ്ഞാൽ ബാസാർ പറഞ്ഞാൽ അറിയാലോ, മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ചില സമയത്ത് ഡിമാൻഡ് കൂടുമ്പോൾ ചില സമയത്ത് സപ്ലൈ ഉണ്ടാവില്ല. ഓക്കെ, സപ്ലൈ കൂടുമ്പോൾ അങ്ങനെ പല വിധത്തിൽ ഡിമാൻഡ് ഉണ്ട്, അങ്ങനെ പല വിധത്തിൽ വ്യത്യാസങ്ങൾ വേരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ബാസാർ പറഞ്ഞ മാർക്കറ്റ്, ഡിമാൻഡ്, സപ്ലൈ. ഓക്കെ, പിന്നെ പ്രൈസ് എപ്പോഴും ചില സമയത്ത് നമ്മുടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ പ്രൈസാണ്, അഗ്രികൾച്ചർ പ്രൈസ്. ഇതിന് വേരിയേഷൻ വരും. അതായത് ഒരു സ്ഥലത്തെ പ്രൈസ് ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ വിലയുമില്ല ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നാളെ. അപ്പോൾ ചിലപ്പോൾ ഇത് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ദ ബേസിസ് ഓഫ് പ്രിസ്മാറ്റിക് ട്രാൻസ്പെറന്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അത് പ്രകാരം ചില സമയത്ത് ഏത് പ്രൈസോ എന്തായാലും ശരി അത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അത് എന്താ പറയണ്ടത്, ജനങ്ങൾക്ക് അംഗീകരിക്കുന്ന വിധത്തിലും ഗുണകരമായ, സൊസൈറ്റി ഗുണകരമായിട്ടുള്ള, അതാണ് പ്രിസ്മാറ്റിക് ട്രാൻസ്പെറന്റ്. ആൻഡ് അതിനെപ്പറ്റി പിന്നെ അടുത്തത് ഒരു എവാലുവേഷൻ ഓഫ് റിഗ്സൺ, അത് പറയുന്നുണ്ട്, ഒരു മോഡലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് അക്വേർഡ് എ മൾട്ടി ഫേസഡ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പിന്നെ അതായത് മൾട്ടി ഫേസറ്റഡ് ആണ്. അക്വേർഡ് എ മൾട്ടി ഫേസഡ് അപ്രോച്ച് ടുവേർഡ്സ് മീറ്റിംഗ് ദ റൂൾസ് ആൻഡ് ഗോൾസ് ഓഫ് എനി പ്രോഗ്രസീവ് സൊസൈറ്റി വിത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഫുൾ ഫോം. അതായത് ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ലോകമല്ല നാളെ, അതേമാതിരി ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല നാളെ. പല മാറ്റങ്ങളും പല നിയമങ്ങളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പനികൾ അന്യോന്യം മാറി ചിലപ്പോൾ മെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും ഡിഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ ടെലിയു ഓരോരോ എക്സാമ്പിളോട് കൂടി പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നമ്മുടെ എയർ ഇന്ത്യ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ 1.5 മുമ്പേ അത് ടാറ്റ എടുത്തു. അപ്പോൾ ടാറ്റ അഡ്മിനിസ്ട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ഇതുവരെയുള്ള അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ റൂളായിരുന്നു. കണ്ടോ വ്യത്യാസം? അപ്പോൾ അതേമാതിരി അങ്ങനെ പലതും ഇപ്പോൾ BPCL, അത് പെട്രോളിയം, അതും ഇതുമാതിരി ഷെയർ പ്രൈവറ്റൈസ് ചെയ്യുമോ, അതേമാതിരി അല്ലെങ്കിൽ LIC ഇപ്പോൾ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പണ്ടത്തെ അതേമാതിരി ആവില്ല. പണ്ട് LIC ഗവൺമെന്റ് ഫുള്ളി കൺട്രോളായിരുന്നു. ഇനിയിപ്പോൾ സപ്പോസ് അതിൻ്റെ ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ചില സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിളോട് നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എയർപോർട്ട് ചില എയർപോർട്ട് ഫുള്ളി കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്, ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രലുമാണ്. അപ്പൊ എല്ലാത്തിനും അഡ്മിനിസ്ട്രേഷൻ മാറും. മനസ്സിലായില്ലേ? ഇപ്പൊ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഹാൻഡിൽഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പോൾ അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതായത് constructed by airports are constructed by the states and run by the state and the shareholders are from the state. മനസ്സിലായില്ലേ? അങ്ങനത്തെ ചില എയർപോർട്ട് ഉണ്ട്. പിന്നെ ചിലത് പ്രൈവറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉദാഹരണം കൊച്ചിൻ എയർപോർട്ട്, വിച്ച് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഏറ്റവും പാസഞ്ചർ ട്രാഫിക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ നടക്കുന്ന ഒരു തരം. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ഓൾ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ പബ്ലിക്, ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ദ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് എക്കോളജി, അപ്പോൾ ഇത് മനസ്സിലായില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എന്താണ്? ഓരോരോ മൾട്ടി ഫേസറ്റഡ് അപ്രോച്ചാണ്. പബ്ലിക് സെക്ടറിൽ റൂള്, കോർപ്പറേഷനിൽ വേറെ റൂള്, പ്രൈവറ്റിൽ വേറെ റൂള്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത് കൺസെപ്റ്റ് ഓഫ് എക്കോളജി. ദ വേർഡ് എക്കോളജി, ഈ എക്കോളജി എന്നുള്ള വേർഡ് ബയോളജിന്ന് ഒന്നാണ്.
വിച്ച് കണക്ട്സ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് അർത്ഥം ആക്കുന്ന പിന്നെ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അനിമൽ സയൻസ്, ഓക്കെ, items, okay, and the natural environment, ecological approach. Therefore, state that administrative system exists in a cultural context. സ്റ്റേറ്റിന്റെ ഓരോരോ കൾച്ചർ ഉണ്ട്, ഓരോരോ ഇതിന്റെ പല വിധത്തിലുള്ള കൾച്ചർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിച്ച് ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. എന്താ ടു വേ കമ്മ്യൂണിക്കേഷൻ? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഉദാഹരണം ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നു, അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ പ്രവഹിക്കുന്നു. അതേപ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിലത്തെ പല കാര്യങ്ങളും താഴെ ലെവലിൽ നിന്ന് മേപ്പെട്ട്, അതേമാതിരി ഒരു ഓർഗനൈസേഷന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ കീഴ്പ്പെട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതേ പ്രകാരം താഴെ നിന്ന് അവരുടെ ഗ്രീവൻസും മറ്റേ ഇത് വേജ് ഡിമാൻഡും ഇതൊക്കെ മേപ്പെട്ടു പോകുന്നു. അപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതും അഡ്മിനിസ്ട്രേഷൻ കമ്മ്യൂണിക്കേഷന് വളരെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അല്ലാണ്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഡേഞ്ചറസ് ആണ്. അതായത് ഞാൻ പറയുന്നതാണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും. ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇപ്പൊ ഗവൺമെന്റിലായാലും ശരി, പ്രൈവറ്റിലായാലും ശരി, എപ്പോഴും അത്യാവശ്യം. കാരണം മറ്റുള്ളവരുടെ കൂടെ സഹകരണം, അവരുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും സഫലമാകൂ. ഇനി അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മോഡൽ. ദ മോഡൽസ് വെർ ഡെവലപ്ഡ് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസിഷൻ. ഞാൻ തന്നെ ഡീറ്റെയിൽ പിന്നീട് പറഞ്ഞുതരാം. ഇൻ ദി സൊസൈറ്റി, ചൈന ആൻഡ് അമേരിക്ക, അമേരിക്കൻ ചൈനീ എക്സാമ്പിളാണ് അഗ്രേറിയ, നമ്മുടെ അഗ്രികൾച്ചറിൻ്റെയും. അതേ പ്രകാരം ഓർമ്മിക്കണം, ഇന്ത്യ 67% ആളുകള് നമ്മുടെ ഫാർമേഴ്സും മറ്റു അഗ്രികൾച്ചറൽ ബേസ്ഡാണ്. പക്ഷേ അമേരിക്ക അതേപ്രകാരം, സപ്പോസ് ചൈന, രണ്ടും കൂടി ഈക്വലായിട്ടാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അഗ്രികൾച്ചറും ഉണ്ട് അവിടെ. അതാണ് ഈ മോഡൽ. ഒരു മോഡലാണ് പറഞ്ഞത്, ചൈന ആൻഡ് അമേരിക്ക എക്സാമ്പിൾസ് ഓഫ്, അതായത് കൃഷി, അതേമാതിരി ഇൻഡസ്ട്രിയൽ മോഡൽസ്. അമേരിക്ക പണ്ട് ഡെവലപ്ഡാണ്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റും ചൈനയിലുണ്ട്, കണ്ടമാനമുണ്ട്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ ഇന്ത്യ വിൽ ആൾസോ ബിക്കം എ ഡെവലപ്ഡ് കൺട്രി. ഓക്കെ, നൗ ഫ്യൂസ്ഡ് പ്രിസ്മാറ്റിക് ഡിഫ്രാക്റ്റഡ് മോഡൽ. ഓക്കെ, അതായത് പ്രിസ്മാറ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കുന്ന മോഡൽ ഒരു ഡെവലപ്മെന്റ് ഇൻ സൊസൈറ്റി. പ്രിസ്മാറ്റിക്, ഓക്കെ, ആൻഡ് ഡിഫ്രാക്റ്റഡ്, വ്യതിചലിക്കുന്ന സൊസൈറ്റി എയിംഡ് സ്റ്റഡിയിങ് ദ പ്രീ ഹിസ്റ്റോറിക്, പണ്ടത്തെ കാര്യങ്ങൾ ഡെവലപ്പിംഗ് ആൻഡ് ചില കാര്യങ്ങളൊക്കെ പണ്ടത്തെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കറിയണം ഓരോന്നിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അത് പ്രകാരം പിന്നീട് ഉള്ള ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്ഡ് സൊസൈറ്റിയുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററിയും കൂടി അറിയണം. ദിസ് വാസ് കേക്ക്ഡ്, ഓക്കെ, മൾട്ടി ഫങ്ഷണലി ആൻഡ് സച്ച് സോഷ്യൽ സ്ട്രക്ചേഴ്സ് വർ കാൾഡ് ഫങ്ഷണലി ഡിഫ്യൂസ്ഡ്. ഓരോരോ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് ഹെട്രോജനിറ്റി പറഞ്ഞാൽ? വൈവിധ്യം. ഇന്ത്യ അനവധി സംസ്ഥാനങ്ങളും അനവധി യൂണിയൻ ടെറിട്ടറിയും അനവധി റിലീജിയൻ, അനവധി ജിയോഗ്രാഫിക്കൽ, ഇത് കംപ്ലീറ്റ് അത് വളരെ വ്യത്യാസങ്ങളും റിലീജിയനും കാസ്റ്റും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് വൈവിധ്യം, നമ്മുടെ ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ ഡൈവേഴ്സിറ്റി. ഫോർമുലേഷൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, രൂപപ്പെടുത്തൽ. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കവിഞ്ഞ് കിടക്കുക. ഓക്കെ, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചില സമയത്ത്, അതായത് സ്വന്തം ആളുകളെ ജോലിക്ക് വയ്ക്കുക, അങ്ങനെ ഫേവർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട് ചിലത്. അതും അഡ്മിനിസ്ട്രേഷനിൽ പെട്ടതാണ്. പാടില്ല എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? അതായത് സ്വജനപക്ഷപാതം. ഓക്കെ, അത് പല സ്ഥലങ്ങളിലും, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ എവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നടക്കും. പ്രൈവറ്റിൽ പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ആരെ വെച്ചാലും ശരി, അവരുടെ ഫാമിലി മെമ്പേഴ്സ് വെച്ചാലും ശരി, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റിൽ അത് പറ്റില്ല. ഗവൺമെന്റ് ടാക്സ് പേയേഴ്സ് ആണ് മണി കൊടുക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യനബിൾ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇനി കമ്മ്യൂണലിസം ഓർ എലക്ട്, അതായത് വർഗീയത. പിന്നെ പോളി നോർമറ്റീവ്, നിലവാരം പുലർത്തുന്നതാണ്. സെപ്പറേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് കൺട്രോൾ. അതോറിറ്റി ഡിഫറെൻ്റ് ആണ്, കൺട്രോൾ ഡിഫറെൻ്റ് ആണ്. എന്താണ് അതോറിറ്റി ആൻഡ് കൺട്രോൾ? നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്, പക്ഷേ അതോറിറ്റി നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ളതല്ലല്ലോ. അതോറിറ്റി അതിനെ കൺട്രോൾ ചെയ്യണ്ടേ? അതായത് സപ്പോസ് ഒരാൾക്ക് പവർ കൊടുത്താൽ ആ പവർ എങ്ങനെ എക്സസൈസ് ചെയ്യണ്ടേന്ന് അറിയണ്ടേ? അതാണ് അതോറിറ്റിയെ കൺട്രോൾ ചെയ്യണം. സപ്പോസ് ഒരു ഗവർണർ ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കുക. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
ജസ്റ്റ് അത് ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രസിഡൻസ് ഒന്നും അങ്ങനെ ചെയ്യാത്ത വളരെ നല്ല നല്ല ആളുകളാണ്, കോൺസ്റ്റിറ്റ്യൂഷണലി വളരെ. സപ്പോ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അവരെ അവരോധിക്കുന്നത് അല്ലേ? പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാലോ? അപ്പൊ അതോറിറ്റി അദ്ദേഹമാണ്. അപ്പോൾ അവിടെയും കൺട്രോൾ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഇംപീച്ച്മെന്റ് നടക്കും. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല ഇന്ത്യയിൽ കേട്ടോ, അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതേ പ്രകാരം എല്ലായിടത്തും ഓരോരുത്തർക്കും അതോറിറ്റി ഉണ്ട്. ആ ജുറിഡിക്ഷൻ ക്രോസ് ചെയ്യരുത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്ത ലാസ്റ്റ് ഫംഗ്ഷൻ. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിന്റെ മാത്രമാണ്. എഗെയിൻ ഞാൻ ഐ വിൽ റിപ്പീറ്റ്. എക്കോളജിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഫേഴ്സ് ഇൻ റിഗാർഡ് ടു ദ നമ്പർ ഓഫ് എക്കോളജിക്കൽ എലിമെന്റ് incorporated in it. Ecological model has brought consciousness, okay, അതായത് സ്വയം ബോധ്യപ്പെടുക ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ദ സോഷ്യൽ എൻവയറമെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് നമ്മൾ എന്ത് സിസ്റ്റം ഉണ്ടാക്കിയാലും അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിരിക്കണം. നമ്മുടെ ചുറ്റുപാടും ഉള്ള ആളുകളും അവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കണം. എക്കോളജിക്കൽ അപ്രോച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതെ, ഇതില് ഇനി വേറെ പറയാനുള്ളത്, അപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലോബലൈസേഷൻ ഈസ് ഇൻ ഇറ്റ് ഫുൾ ബ്ലൂം. വെസ്റ്റേൺ അപ്രോച്ചസ് വെർ ഫൗണ്ട് ടു ബി. ചില സമയത്ത് വെസ്റ്റേൺ അപ്രോച്ച് ഉണ്ട്. ഇതിൻ്റെ ഇതേ യൂണിറ്റാണ് ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യണം. വളരെയധികം ലിമിറ്റഡ് ടൈം ആയുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രീഫാണ് ഞാൻ പറയുന്നത്. അതായത് പല പ്രോബ്ലംസും ഡെവലപ്ഡ് നേഷൻസിന്റെ പല പോളിസിയും ആക്സെപ്റ്റബിൾ അല്ല, പലതും പണ്ടത്തെ. അപ്പൊ അതുകൊണ്ട് അവരുടെ വ്യൂസ് വെസ്റ്റേൺ മോഡൽസ് ചില സമയത്ത് നമ്മുടെ മിസ്ഫിറ്റാണ് ചില രാഷ്ട്രങ്ങൾ. അമേരിക്കയിലത്തെ പോളിസി ചൈനയിൽ പറ്റുമോ? ചൈനയിലത്തെ പോളിസി ജപ്പാനിൽ പറ്റുമോ? ജപ്പാന്റെ പോളിസി ഇന്ത്യയിൽ പറ്റുമോ? ഓരോരും റൂൾഡ് ബൈ ചൈന, ഹൗ ദർ ഇസ് നോ ഡെമോക്രസി. ഇന്ത്യ ഫുൾ ഡെമോക്രസി. ഓക്കെ, നോർത്ത് കൊറിയ നോ കിങ് അവർ വാട്ട് എവർ പ്രസിഡന്റിന് സൂപ്പർ പവറാണ് അവിടെ. അപ്പൊ ഓരോന്നിനും ഓരോരോ വിധത്തിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവിടുത്തെ ചില തീരെ നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോ പിന്നെ വേറൊന്ന്, അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ദിസ് ടൈപ്പ് ഓഫ് പോളിസീസ് ആർ നോട്ട് സംടൈം ആക്സെപ്റ്റബിൾ ടു ദ തേർഡ് വേൾഡ് കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ. അതായത് ഡെവലപ്പിംഗ് കൺട്രി, അവർക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയൽ മോഡൽസ് ഉണ്ട്. ചൈന ഞാൻ പറഞ്ഞു എക്സാമ്പിൾ, അമേരിക്കൻ ചൈനയും എക്സാമ്പിളാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് അഗ്രേറിയൻ മോഡൽ, അതായത് പ്രീ ഡോമിനന്റ് പ്രബലമായ രേഖാമൂലമുള്ള ആർട്ടിസ്റ്റിക് ആൻഡ് വ്യാപിക്കുന്ന പാറ്റേൺ മാതൃക ചിലത് ഉണ്ട്. ചിലയിടത്ത് അഗ്രികൾച്ചറിലും മറ്റ് ബേസ്ഡ് ഉണ്ട് ചിലത്. വേറൊന്ന് ലിമിറ്റഡ് സോഷ്യൽ സ്പേഷ്യസ് സ്ഥലസംബന്ധമായ മൊബിലിറ്റി ആൻഡ് സ്റ്റേബിൾ ലോക്കൽ ഗ്രൂപ്പ്സ്. നമ്മുടെ റീജിയണൽ ഓരോരോ ഗ്രൂപ്പ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ നോക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് പല സ്ഥലങ്ങളിലും ഓരോ ലോക്കൽ ഗ്രൂപ്പ്സ്. യു ടു ഗോ ടു റൂറൽ ഏരിയ, യു ക്യാൻ സീ ദാറ്റ്. പിന്നെ റിലേറ്റീവ്ലി സിമ്പിൾ ആൻഡ് സ്റ്റേബിൾ ഓക്യുപ്പേഷണൽ ഡിഫറൻസിയേഷൻ, ജോലിപരമായിട്ടുള്ള ഡിഫറൻസിയേഷൻ ഇല്ലേ? ചിലയിടത്ത് കുക്ക്, ചിലയിടത്ത് ഡ്രൈവർ, ചിലയിടത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, all jobs are equally important. No job is small, no job is big. ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചിട്ടാണ് ജോലി. പക്ഷേ അവരുടെ സർവൈവലാണ്. അതല്ല ഞാൻ ചെയ്യുന്ന ജോലി വലുത് അല്ലെങ്കിൽ മറ്റൊരു ചെറുത്, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. പിന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ക്യാരക്ടറിസ്റ്റിക്, സാർവത്രികമായ ചില കാര്യങ്ങൾ. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കാരണം അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഇപ്പം വ്യവസായം അല്ലേ, വളരെയധികം ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ നോക്കണേ, ജപ്പാൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. പ്രീ ഡോമിനന്റ് യൂണിവേഴ്സലിറ്റിക്, അതായത് സാർവത്രികമായ പല അച്ചീവ്മെന്റും അതിന്റെ നോംസുമാണ്. പിന്നെ ഹയർ ഇവരുടെ ഇപ്പൊ അമേരിക്കയിലൊക്കെ സോഷ്യൽ സ്പേഷ്യൽ മൊബിലിറ്റിയാണ് അമേരിക്കയിലൊക്കെ. പണം റിച്ച് ആയിട്ടുള്ള ആളുകൾക്കും അതേമാതിരി ഇപ്പോൾ ഇന്ത്യയിലും കമ്മിയൊന്നുമില്ല. ഇന്ത്യയിൽ പലരും പലുണ്ട്. പക്ഷേ പൂർ കണ്ടമാനം, റിച്ച് ഉണ്ട് അത് കുറച്ച് ആളുകളാണ്. ഈവൻ നോട്ട് that much poor people are also, after getting 75 years of independence also, still some people are very very backward actually. അവരുടെ ഫൈനാൻഷ്യലി വളരെ സൗണ്ട് അല്ല ഇന്ത്യയിലെ. പക്ഷേ സൗണ്ട് ആവണം, ഫൈനാൻഷ്യലി സൗണ്ട് ആവണം വെച്ചാൽ അവരുടെ അച്ചീവ്മെന്റും സ്പെസിഫിക് ഗോൾസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോഷ്യൽ സ്ട്രക്ചർ, അവരുടെ സ്റ്റാറ്റസ്, പിന്നെ ഓക്യുപ്പേഷണൽ സിസ്റ്റം, ഇൻസുലേറ്റഡ്, ഓരോരുത്തരുടെ അവരുടേതായ ഓരോരോ ആവശ്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം,
ട്രാൻസിഷ്യ മോഡൽ, അതായത് ലെസ് ഡെവലപ്ഡ്, വികസിക്കാത്ത ഒരു മോഡൽ. പിന്നെ മോഡൽസ് ഓഫ് ഫ്യൂസ്ഡ് പ്രിസ്മാറ്റിക് ആൻഡ് ഡിഫറൻസ്, അതായത് ആൾറെഡി ഞാൻ പറഞ്ഞു ട്രാൻസ്പെറൻറ്റ്, പ്രീ ഹിസ്റ്ററിക്ക്, അതേമാതിരി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ അപ്രോച്ച് അതിനെ പറ്റിയിട്ട്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ വെർ കോൾഡ് ഫങ്ഷണലി ഡിഫ്യൂസ്ഡ്. പിന്നെ ഫങ്ഷണലി സ്പെസിഫിക് സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. പെർഫോംഡ് ഓൺലി പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റഡ് ഫങ്ഷൻസ് ഉണ്ട്. എപ്പോഴും ചില സമയത്ത് ലിമിറ്റഡ് ഫങ്ഷൻസ് ആയിരിക്കും പിന്നെ ചിലതിനുള്ളത്. ബാസാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രിസ്മാറ്റിക് എക്കോണമി, ബാസാർ ഇസ് ദ ഇൻസ്പെക്ട് ദ മാർക്കറ്റ് വേർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൈസ് ഇസ് ഡിറ്റർമിനിങ്. ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ, അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് ക്യാൻറ്റീൻ എന്ന് പറയുന്നത് അൺഡിറ്റർമിനൻസി ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ എന്ന് വെച്ചാൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് അറ്റ് ലോവർ റേറ്റ്. ചേഞ്ച് കോസ്ഡ് ബൈ, അതായത് എക്സ്റ്റേണൽ, ബാഹിക സമ്മർദ്ദം മൂലം ചില ചേഞ്ചസ് വരുമ്പോൾ അതിന് എക്സോജനസ് എന്ന് പറയുന്നു, ബാഹ്യ സന്ദർഭം. അതേമാതിരി ഇന്റേണൽ പ്രോസസ് is called endogenous. ബാഹ്യ സമ്മർദ്ദം എക്സോജിനസ്. ഇന്റേണൽ, നമ്മുടെ ഇന്റേണലി എന്തെങ്കിലും പ്രശ്നം എമിനേറ്റിംഗ് ഇന്റേണൽ പ്രോസസ്സസ് is called endogenous. Okay. Equigenetic change results when both രണ്ടും ഇന്റേണലും എക്സ്റ്റേണലും പ്രഷർ നിമിത്തം ചേഞ്ചസ് വരുന്നതിനെ ഈക്വിജെനറ്റിക് എന്ന് പറയുന്നു. ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പൊ ഗ്ലോബലൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഈക്വിജെനറ്റിക് എന്ന് പറഞ്ഞു. ഇനി റിക്സൺ പ്രിസ്മാറ്റിക് സലാ മോഡൽ പറയാം അതെന്താണെന്ന്. അതായത് റിക്സ് അനലൈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് ഇൻ പ്രിസ്മാറ്റിക് സൊസൈറ്റി, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സൊസൈറ്റി. പിന്നെ അതേപ്രകാരം പ്രിസ്മാറ്റിക് സാല മോഡൽ represent transactional or developing society. Sala is the administrative subsystem. അഡ്മിനിസ്ട്രേഷന്റെ സബ്സിസ്റ്റത്തിനെയാണ് സാല മോഡൽ പറഞ്ഞ SALA. ഓക്കെ. ഇനി ഡ്യൂ ജുർ എന്ന് പറഞ്ഞ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് പവർ, ഓരോരുത്തരുടെ ലെജിറ്റിമേറ്റ് പവറിനെ ഡി ജുറി എന്ന് പറയുന്നു. പിന്നെ ഡി ഫാക്ടോ കൺട്രോൾ എന്ന ഇല്ലിജിറ്റിമേറ്റ് പവർ ഇല്ലാണ്ട് പവർ എക്സസൈസ് ചെയ്യുന്നതിനെയാണ് ഡി ഫാക്ടോ കൺട്രോൾ എന്ന് പറയുന്നത്. നോർമറ്റിസം എന്ന് പറഞ്ഞാൽ ഇസ് എ യുനിക് ഫീച്ചർ, വളരെ യുനിക് ആയിട്ടുള്ള പ്രിസ്മാറ്റിക് സൊസൈറ്റി, വിച്ച് മീൻസ് that the traditional behavior pattern coexist with new sets of norm, പുതിയ പരിഷ്കാരങ്ങൾ. അത് this results in lack of consensus on, പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കൺസെൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പല പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിന് കൺസെൻസ് ഉണ്ടാവില്ല ചില സമയത്ത്. ഓക്കെ. പിന്നെ സ്ട്രാറ്റിഫൈഡ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഇൻഈക്വാലിറ്റി, വ്യത്യാസം between different groupings within the unequal systems. Okay, more inequality. പിന്നെ പോളിനോർമറ്റിസം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിഹേവിയർ പാറ്റേൺ. നമ്മൾ പോളിനോർമറ്റിസം പറഞ്ഞാൽ നോക്കൂ, ഓരോരുത്തർക്ക് പണ്ടത്തെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, അതിൽ ചില സമയത്ത് മാറ്റങ്ങൾ വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവർ അതേ ട്രഡീഷണൽ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ട്രൈബൽ ബെൽറ്റ്, take the example tribal belt. Is it easy that you have to give implement certain modern policies and other things, apprise them to do this and that? Even now also they are not visiting to hospitals and other things and taking government benefits or whatever is that. They are ignorant of all these things. Okay. അപ്പൊ അത്ര എളുപ്പമല്ല അവരെ മാറ്റുക എന്ന് പറയുന്നത്. നെപ്പോട്ടിസം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ സ്വജനപക്ഷപാതം. ഇതാണ് നമ്മുടെ യൂണിറ്റ് 10. അടുത്തത് യൂണിറ്റ് 11, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച്. അതിനെ പറ്റിയിട്ട് നമ്മൾ പറയാനുള്ളത് ഫേസസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അത് പറയാം. കൺസെപ്റ്റ്, പുതിയ ആശയം, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. മറ്റേ തീംസ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓഫ് ന്യൂ പുതിയ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്. In the year 1987, Woodrow Wilson,
ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കൻ പ്രസിഡന്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. 1887 ഫസ്റ്റ് ഫോർമലി റിക്കഗ്നൈസ് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയിലെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല ആദ്യം. പല സ്ഥലത്ത് പല പ്രശ്നങ്ങൾ, ലേബർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ജനറൽ ഇലക്ട്രിക് കമ്പനി, ഫോർഡ്, അങ്ങനെയുള്ള പല 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 കമ്പനികളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വുഡ്രോ വിൽസൺ ടുക്ക് ഇനിഷ്യേറ്റീവ് ടു ഇംപ്ലിമെന്റ് പുതിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വരാൻ വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. വിൽസൺസ് വിഷൻ ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെപ്പറേറ്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആണ്. കഴിവുള്ളവർ, പ്രൊഫഷണലിസം വേണം. അതായത് അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് നമുക്ക് എളുപ്പമായി തോന്നും, അല്ല. പക്ഷെ പല പല കാര്യങ്ങളും നമ്മൾ നോക്കണം. ഹ്യൂമൻ അപ്രോച്ച് വേണം. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമൻ ഹ്യൂമനിറ്റേറിയൻ ഇതാണ്, ആസ്പെക്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ടു സ്റ്റഡി ഗവൺമെന്റ് ഇൻ ആക്ഷൻ. ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ നോക്കൂ. സ്റ്റേറ്റ് ഓരോരോ അഡ്മിനിസ്ട്രേഷൻ അവർ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റേറ്റിലുണ്ട്, അതിന്റെ ചീഫ് മിനിസ്റ്റർ ഉണ്ട്, യൂണിയൻ ടെറിട്ടറി ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്, അവിടെ നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഓരോരോ വിധത്തിലുള്ള സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോ വുഡ്രോ വിൽസൺ കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ശ്രദ്ധിക്കണേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ എന്ന് പറയപ്പെടുന്നത് വുഡ്രോ വിൽസൺ, ഫോർമർ പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണത്. ഓക്കെ, നോ നമ്മുടെ പല ഫേസും പബ്ലിക് ഓരോരോ ഇതാണ് മാറ്റങ്ങളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കേട്ടോ. അപ്പൊ അതില് പീരിയഡ് 1 1987 1926 അതാണ് ഒരു പീരിയഡ്. രണ്ടാമത്തെ പീരിയഡ് 1927 1937, ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം. പീരിയഡ് 3 1938-47, പീരിയഡ് 4 1971 കണ്ടിന്യൂ ചെയ്യും. ഡീറ്റെയിൽ ഞാൻ പറയാം. അപ്പൊ കൺസെപ്റ്റ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ പുതിയ അഡ്മിനിസ്ട്രേഷന്റെ എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇനി വെക്കം. അതായത് ഇന്നത് ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല, നാളെ എന്ത് സംഭവിക്കണം നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ വീക്കമുണ്ട്. അതായത് ഇന്ന് ചെയ്യുന്നതും നാളെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസീവ് ടുവേർഡ് ദ നീഡ്സ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ. അതേമാതിരി ഒരു സ്ഥാപനമാണെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. അറ്റ് ലാർജ് വിച്ച് therein cater to the problems of Malay. അതായത് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ. മലായ് പറഞ്ഞാൽ വളരെ അവരുടെ ബുദ്ധിമുട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ നൗ ദി ഫോക്കസ് was on role of government, how they can provide the essential service. അപ്പോ ഗവൺമെന്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് നല്ല വിധത്തിലുള്ള പുതിയ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങളും ചെയ്യാൻ പറ്റും, അതാണ് ഇത്. ഓക്കെ, സാധാരണ ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റും പ്രോ സിറ്റിസൺ അവർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ സന്തോഷപ്പെടുത്തണമല്ലോ. അപ്പൊ അവരുടെ വെൽഫെയർ ആണ് നമ്മൾ പരമപ്രധാനമായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഡെമോക്രാറ്റിക് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ. വെൽഫെയർ സ്റ്റേറ്റ് ആണ്, ഫെഡറൽ സ്ട്രക്ചറാണ്. വെൽഫെയർ സ്റ്റേറ്റ് പറഞ്ഞാൽ ജനങ്ങളുടെ സേവനം. അത് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് നമുക്കറിയാം പല പല പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നോ ദി റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ കൺസെപ്റ്റ്. ഓക്കെ, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി ട്രേസ്ഡ് ടു ചില ഫിലാഡൽഫിയ കോൺഫറൻസ്, അതിനെ പറ്റിയിട്ടുള്ള ചില മിനോബ്രൂ കോൺഫറൻസ്, അങ്ങനെ അണ്ടർ ദ ചെയർമാൻ, അത് പറയാം പിന്നീട് എന്താണെന്ന്. Chairmanship of Dwight Waldo critically reviewed the study and practice of public administration in a changing environment. ഇവരൊക്കെ പുതിയ നിലവിലുള്ള ഓരോരോ ചേഞ്ച് അനുസരിച്ച് ഏതെല്ലാം വിധത്തിൽ അഡ്മിനിസ്ട്രേഷൻ വേണമെന്ന് പലരും പല സമയത്ത് പല രാജ്യത്തും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതാണ് അതൊരു കോൺഫറൻസ് ആണ് അമേരിക്കയിൽ, അത് മറ്റേത് അമേരിക്കയിലാണ്, അതും അമേരിക്കയിലാണ്. അങ്ങനെ ഓരോരുത്തരും വലിയ വലിയ വിദ്യാഭ്യാസമ്പന്നരായ ആളുകളുടെ ഓരോരോ പ്രവചനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണേ, എന്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലവൻസ് നോക്കണം, വാല്യൂസ് നോക്കണം, സോഷ്യൽ ഈക്വിറ്റി നോക്കണം. അതായത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ചേഞ്ച് വരണം. പിന്നെ മാനേജ്മെന്റ് വർക്കർ റിലേഷൻസ് നോക്കണം. മാനേജ്മെന്റ് വേറെ, വർക്കർ റിലേഷൻ വേറെ ആവുമ്പോൾ പരിപാടി നടക്കില്ല. മാനേജ്മെന്റ് വർക്കറുടെ റിലേഷൻ. പക്ഷെ ശ്രദ്ധിക്കണേ, വർക്കർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പ്രോബ്ലം അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ പ്രോബ്ലം അറിഞ്ഞിരിക്കണം.
വർക്കർക്ക് പേയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിലല്ലേ ശമ്പളം കിട്ടൂ, ജോലിക്ക് മാനേജ്മെന്റിന് പേയിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ജോലി കിട്ടൂ. അപ്പൊ സ്മൂത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഷുഡ് പ്രിവെയിൽ ഇൻ എ കമ്പനി. അതാണ് മാനേജ്മെന്റ് വർക്കർ റിലേഷൻസ്. എപ്പോഴും കോഡിയലായിരിക്കണം, അല്ലെങ്കിൽ പരിതാപകരമാണ് കേട്ടോ. മാനേജ്മെന്റ് വർക്കർ റിലേഷൻസ് വളരെ. പിന്നെ വേറൊരു കാര്യം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഫിക്സഡ് സാലറി റിവിഷനൊക്കെ 10 കൊല്ലത്തിന് ശേഷമാണ്. പക്ഷേ പ്രൈവറ്റിൽ അങ്ങനെയല്ല, 4 കൊല്ലം 5 കൊല്ലം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഗവൺമെന്റിൽ അത് സാധിക്കില്ല, കാരണം പൈസ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് വേജ് റിവിഷൻ നടക്കുക. അപ്പൊ എന്തായാലും എൻഷുർ ചെയ്യേണ്ടത് എന്താണ് അറിയുക, കോർപ്പറേറ്റ് ഒക്കെ എഫക്റ്റീവ് വർക്കർ റിലേഷൻ, മാനേജ്മെന്റ് വർക്കർ റിലേഷൻ പ്രീ റിക്വസിറ്റ് ഫോർ മെയിൻറ്റെയിനിങ് വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് വർക്കിംഗ് എൻവയോൺമെന്റ് നിലനിൽക്കണം വെച്ചാൽ ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ. അപ്പോ ഭാവിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? റെസ്പോൺസീവ്, അതായത് ആരുടെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് നീഡ് വന്നെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി നിറവേറ്റണം. ക്ലയന്റ് കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം. ആരാ കസ്റ്റമർ? ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയാണെന്ന് വെച്ചാൽ വേറെ കസ്റ്റമർ ഉണ്ട്. അവരെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരും വാങ്ങില്ല. സ്ട്രക്ചർ ചേഞ്ചസ് വരേണ്ടി വരും. അതായത് നമ്മളെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇപ്പോൾ ഗവൺമെന്റിലായിക്കോട്ടെ, ചിലപ്പോൾ പൂട്ടും അടയ്ക്കും, ചില സമയത്ത് തുറക്കും. അപ്പൊ ചിലത് പുതിയ മെർജർ വരും, ചില സമയത്ത് ചില യൂണിറ്റ് ക്ലോസ്. അപ്പൊ അതനുസരിച്ച് അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രക്ചർ ചേഞ്ചസ് വരും. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി നേച്ചറാണ്. അതായത് വിവിധ വൈദഗ്ധ്യം, കംപ്ലീറ്റ് നേച്ചർ ഓഫ് ഇതാണ് പിന്നെ പബ്ലിക് ഇതിന്റെ. ഓക്കെ. അപ്പൊ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിഡ് give a new dimension to public administration. It has focused on അതായത് കമ്മ്യൂണിറ്റി നീഡ്സ്, പ്രോബ്ലം, അവരുടെ പ്രശ്നങ്ങൾ, owing to which the public at large was facing undue unrest. ജനങ്ങൾക്കും ഇപ്പൊ നമ്മളൊരു വിദ്യാഭ്യാസ നമ്മുടെ പ്രൈവറ്റ് കമ്പനിയാണെന്ന് വെച്ചാൽ അൺട്രസ്റ്റ്, ജനങ്ങൾക്ക് അതായത് വർക്കറെ ഹാപ്പി അല്ല വിചാരിക്കുക. അപ്പൊ അൺട്രസ്റ്റ് വരും, ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് വരും. പിന്നെ അപ്ഹീവൽ, പ്രക്ഷോഭം ഉണ്ടാവും. അതായത് നമ്മുടെ അൺട്രസ്റ്റ് ഉണ്ടായി. അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഹാപ്പി അല്ല. ഈവൻ നമ്മുടെ സ്റ്റേറ്റിലും സെൻട്രലിലും ഒക്കെ ബാധിക്കുന്നതാണ്. ഇഫ് എംപ്ലോയീസ് ആർ നോട്ട് ഹാപ്പി. ഇപ്പൊ റെയിൽവേയിൽ പണ്ട് കാലത്ത് ടോട്ടൽ ഇന്ത്യയിൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു പണ്ട് റെയിൽവേയിൽ, ഇപ്പൊ അതില്ല. അപ്പോ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട് ഷുഡ് ബി അവോയ്ഡഡ്. ഫോക്കസ് ഹാഡ് ബിക്കം മോർ പബ്ലിക് ഓറിയന്റഡ് ആൻഡ് നോർമേറ്റീവ് അറ്റ് ദ സിസ്റ്റം. അപ്പോൾ വളരെ പബ്ലിക് ഓറിയന്റഡ് ആണ്. എംഫസിസ് വാസ് ഓൾസോ ലേഡ് ഓൺ കമ്മിങ് ദ ബെസ്റ്റ് ഓഫ് ദ വേൾഡ്സ്, ദാറ്റ് ഈസ് പബ്ലിക് ആസ് വെൽ എ പ്രൈവറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം ഗവൺമെന്റിന് ഓടിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും പ്രൈവറ്റ് ഓർഗനൈസേഷനും വേണം. എല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റൈസേഷൻ പലതും നടക്കുന്നത്. ഓക്കെ. അപ്പോ ഇതിൽ ഇനി പറയാനുള്ളത്, ഈ യൂണിറ്റ് 11 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ refers to the administration which is carried in the form of services that are rendered for the welfare of the people. പറഞ്ഞു കഴിഞ്ഞു. Public administration is the implementation of government policy. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്ത 1987, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിൽസന്റെ കാര്യം ഞാൻ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെന്റ് ഫേസസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പീരിയഡ് 1, പീരിയഡ് 2, പീരിയഡ് 3. പീരിയഡ് 1 അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ പിന്നെ ഡിക്ടോട്ടമിയാണ്, അതായത് ദ്വിമുഖം. രണ്ടാമത് 1927-37 എന്ന് പറഞ്ഞാൽ അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓരോരോ പ്രിൻസിപ്പിൾ അഡ്മിനിസ്ട്രേഷന്റെ. പേജ് 3 1938-47 ഇറാ ഓഫ് ചാലഞ്ചസ് ആണ്. അതേമാതിരി പീരിയഡ് 4 അതായത് നാലാമത്തെ 1950 മുതൽ 1970 ദ ക്രൈസിസ് ഓഫ് ഐഡന്റിറ്റി ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ആസ് പൊളിറ്റിക്കൽ സയൻസ്. ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതേമാതിരി പീരിയഡ് 5 1971 കണ്ടിന്യൂയിങ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് മാനേജ്മെന്റ്. നിങ്ങൾ അറിയണം, പീറ്റർ ഡ്രക്കർ ഒക്കെ പുതിയ കൺസെപ്റ്റ് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ടാസ്ക് ഓറിയന്റഡ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ പലതും. അതായത് നിങ്ങൾ ജോലി ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്. അതന്നെ, അങ്ങനെ പുതിയ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 1970 മുതൽ
പിന്നെ ഇത് ഇന്ന് വരെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പല കാര്യങ്ങളുണ്ട്. അതായത് റെസ്പോൺസീവ് ആണ്, ജനങ്ങളുടെ പ്രോബ്ലംസ് നോക്കണം, അതേമാതിരി എസെൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞു, സോഷ്യൽ ഈക്വിറ്റി പറഞ്ഞു കഴിഞ്ഞു, മാനേജ്മെന്റ് വർക്കർ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ യെസ്, ആന്റി പോസിറ്റിവിസ്റ്റ്, വി നീഡ് എ ഡിഫറൻസ് ഓഫ് പെർസ്പെക്റ്റീവ് ടു ലുക്ക് അറ്റ് സോഷ്യൽ. എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യണം ജനങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ എന്താണ് ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളെ കാര്യങ്ങളാണ്. അപ്പോൾ ആന്റി പോസിറ്റിവിസ്റ്റ് ആവരുത് നമ്മൾ. പിന്നെ ബ്യൂറോക്രാറ്റൈസേഷൻ പറഞ്ഞാൽ ബ്യൂറോക്രസി ഇല്ലാതെ നമ്മളെ ജനങ്ങൾക്ക്, ബ്യൂറോക്രസി പറഞ്ഞാൽ റെറ്റാപ്പിസം, അതായത് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ അത് പാടില്ല. കാരണം പണ്ടൊക്കെ വളരെ ലൈസൻസ് രാജ്യമായിരുന്നു പണ്ട്. അതായത് ഓരോരോ കാര്യത്തിനും ലൈസൻസ് എടുക്കണമായിരുന്നു. ഇപ്പോൾ അതല്ല, പല ലിബറൽ പോളിസീസ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. അതേ പ്രകാരം കോർപ്പറേറ്റ്സിൽ അതേമാതിരി പല പല ഫ്രീഡം ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. യൂണിറ്റ് 12 പബ്ലിക് ചോയ്സ് അപ്രോച്ച്, അതായത് ആണ് അടുത്തത്. പിന്നെ മീനിങ് ഓഫ് പബ്ലിക് ചോയ്സ് അപ്രോച്ച്, PCA, basic features of PCA, public choice approach, the schools of thought on PCA, proponents of PCA, appraisal review of public choice approach. ജനങ്ങളുടെ ചോയ്സ് ഏത് വിധത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അതാ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പ്രൊപ്പോണൻസ് പറഞ്ഞാൽ എന്താണ്? വക്താവ്. അതായത് പബ്ലിക് ചോയ്സിന്റെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇത് വരുന്നുണ്ട്, അപ്പൊ പറയാം കേട്ടോ. അപ്പോ during the decades of 1960s and 1970s, there emerged a time when the bureaucracy run government. ഗവേണൻസ് പറഞ്ഞ ഭരണം കേട്ടോ. അത് ഗവേണൻസിന്റെ നിങ്ങളുടെ പുതിയൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ യൂണിറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ ഞാൻ പറയാം ഗവേണൻസിന്റെ എങ്ങനെയായിരിക്കണം എന്ന്. ഗവേണൻസ് ഭരണം. ഓക്കെ, ആൻഡ് റോൾ ഇപ്പൊ വരാൻ നടക്കുന്നുണ്ട്, ഓരോരുത്തരും സ്റ്റേറ്റിലും സെന്ററൊക്കെ നടക്കുന്നത്. പക്ഷെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, എങ്ങനെയായിരിക്കണം ഗവേണൻസ്, അതിനെ പറ്റിയിട്ട് വേറൊരു യൂണിറ്റ് വരുന്നുണ്ട്, അപ്പൊ സംസാരിക്കാം. ആൻഡ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് വാസ് ഹൈലി. ചില സമയത്ത് പല ക്രിറ്റിസിസം, പല ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ പല ക്രിറ്റിസിസം വരുന്നുണ്ടല്ലോ പല കാര്യങ്ങളിൽ. പക്ഷെ അത് ക്രിറ്റിസിസം വരും, പക്ഷെ നമ്മൾ എത്രത്തോളം മിനിമം ക്രിറ്റിസിസം ആവാം അതിൽ നോക്കുക. ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻഎഫിഷ്യൻസി, ചില സമയത്ത് ഓരോരോ കാര്യങ്ങള് ഇൻഎഫിഷ്യൻസി അണ്ടർടേക്കിംഗ്. ചിലപ്പോൾ നിങ്ങൾക്ക് പോവർട്ടി, ഒരു കാലത്ത് പല സ്റ്റേറ്റിലും പോവർട്ടി ഉണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ അനവധി ഫാർമേഴ്സ് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ചില സമയത്ത് ഇൻഎഫക്റ്റീവ് ഹാൻഡ്ലിങ് സെർട്ടൺ, നിങ്ങൾ ചില സ്റ്റേറ്റിന്റെ അങ്ങനെ പാടില്ല. അപ്പൊ ജനങ്ങളുടെ ഓരോരോ എന്താണ് അവരുടെ ഫാർമേഴ്സിന്റെ പ്രശ്നങ്ങള്, ഇതൊക്കെ അപ്പോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഡൈവേഴ്സ് റോൾസ് ആണ്. റോൾ ഒന്നല്ല, പല വിധത്തിലാണ്. സോ to check the natural tendency for our government and to limit the growth of government, decentralization of political power. വളരെയധികം പവർ, എല്ലാ പവറും പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് കൊടുത്താൽ എന്താ ചെയ്യുക? ഡീസെൻട്രലൈസേഷൻ വേണം. അതായത് MP-ക്ക് ചെയ്യാൻ പാടുന്നത് എന്താണ്, എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ചീഫ് മിനിസ്റ്റർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, എല്ലാവരും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ പൊളിറ്റിക്കൽ പവറിൽ എത്ര പേര് ആരിരുന്നാലും ശരി, ഓരോരുത്തർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ലോകസഭാ സ്പീക്കറുടെ പരിധികളുണ്ട്, നമ്മുടെ പ്രസിഡന്റായ നമ്മുടെ രാജ്യസഭ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഓരോരോ പവർ ഉണ്ട്. ഓരോരുത്തരും പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട് ഓരോന്നിനും അവർക്ക്. അപ്പൊ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. എല്ലാ പവറും ഒരാളിലല്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേട്ടോ. ഞാൻ ഇന്ത്യയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ പവറും ഒന്നല്ല. നേരെ മറിച്ച് സൗത്ത് കൊറിയയിൽ, നോർത്ത് കൊറിയയിൽ ഒരാളുടെ പേരിലാണ് എല്ലാം. ചൈനയിൽ ഒരാളുടെ പേരിലാണ്. അമേരിക്കയിലെ ഏറ്റവും അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിന്റൺ അഡ്മിനിസ്ട്രേഷൻ, ഒബാമ അഡ്മിനിസ്ട്രേഷൻ, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരുത്തരുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പറയാം. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ സപ്പോസ് മോഡിജി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആ സമയത്ത് ഓരോരുത്തർക്കും ഓരോരോ പവറും ലിമിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. സോ വൺ സച്ച് മെഷർ വാസ് ദ അഡോപ്ഷൻ ഓഫ് പബ്ലിക് ചോയ്സ് അപ്രോച്ച്. ഓക്കെ, പിന്നെ ദ ടേം പബ്ലിക് ചോയ്സ് അപ്രോച്ച് PCA വാസ് കോയിൻഡ് 1960-ലാണ്.
അതേമാതിരി ഈ ഡിസിപ്ലിൻ അഡ്മിനിസ്ട്രേഷൻ 1970 ഫുള്ളായിട്ട് എഫക്റ്റീവ് ആയി. വിൻസെന്റ് ഓസ്ട്രോ, വൺ ഓഫ് ദ പൈനീസ് ഓഫ് PC പബ്ലിക് ചോയ്സ് അപ്രോച്ചിന്റെ അദ്ദേഹത്തിന്റെ എന്താണെന്ന് വെച്ചാൽ വളരെ അപ്രോപ്രിയേറ്റുള്ള ഒരു സ്റ്റഡിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റി ഉണ്ടായിരുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്കോളേഴ്സ് ഷുഡ് ടേൺ അവേ ഫ്രം ട്രഡീഷണൽ ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ആൻഡ് മൂവ് ടുവേഴ്സ് പബ്ലിക് ചോയ്സ് അപ്രോച്ച്. നോക്കൂ, ഇതിലെന്താണ് പറയുന്നത്? പണ്ടത്തെ ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് പണ്ട് വളരെയധികം, കാരണം ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണല്ലോ ആയിരുന്നു. ഇന്ന് അതല്ല. ഇപ്പൊ എന്താ പറയുന്നത്? മൂവ് ടുവേർഡ്സ് പബ്ലിക് ചോയ്സ് അപ്രോച്ച്. വിൻസെന്റ് ഓസ്ട്രോ അദ്ദേഹത്തിൻ്റെതാണ്. അതായത് ബ്യൂറോക്രാറ്റിക്കിന്റെ പണ്ടത്തെ അതുമാതിരിയല്ല, ലിബറൽ ആയിരിക്കണം. അടുത്ത് പബ്ലിക് ചോയ്സ് അപ്രോച്ച് ബേസിക്കലി അപ്ലൈ എക്കണോമിക്സ് to the study of political process, institutions and public policy. ബേസിക്കലി എക്കണോമിക്സ് ആണ്, സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ് ഉണ്ട്, നമ്മുടെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പബ്ലിക് പോളിസി ഫോർമേറ്റ് ചെയ്യാൻ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അറ്റോമിക് എനർജിയുടെ പോളിസി, സ്പേസ് പോളിസി, അഗ്രികൾച്ചറൽ പോളിസി, എഡ്യൂക്കേഷണൽ പോളിസി, എല്ലാനും ഓരോരോ ഗവൺമെന്റൽ അതോറിറ്റീസിന്റെ ബോഡീസ് ഉണ്ട്. അങ്ങനെ എക്കണോമിക് നമ്മുടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ഫൈനാൻസ് മിനിസ്ട്രി, അതിന്റെ കീഴിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതും ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ വരുന്നത്, അവരൊക്കെയാണ് ഓരോ പോളിസി ഉണ്ടാക്കുന്നത്. ഫോക്കസ് ഷിഫ്റ്റ് എഫിഷ്യൻസി. എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തിനാ, ഓരോ മിനിസ്ട്രി എന്തിനാ? എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ നടത്തുന്നത് ഓരോരോ. അല്ലെങ്കിൽ ഇത് ബൈഫർക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം കൂടി ഒന്ന് ഒരുപോലെ. അതല്ല. പക്ഷേ നോക്കൂ, നിങ്ങളെ നോർത്ത് കൊറിയയിൽ നോക്കൂ, ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഒന്നും വേണ്ട. ആരാണ് പ്രസിഡന്റ്? അയാൾ പറഞ്ഞിട്ട് നോ എന്ന് ഒരാൾ പറയരുത്. അതല്ലല്ലോ ഇന്ത്യയിലെ. നോക്കൂ, പാർലമെന്റിലായിക്കോട്ടെ നമ്മുടെ അസംബ്ലിയിലായിക്കോട്ടെ വളരെ ഡിബേറ്റ് നടക്കുന്നു, വളരെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് ഉള്ളിൽ നമ്മൾ അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയാലും പുറത്ത് ദേ ആർ ഓൾ ഫ്രണ്ട്സ് ആൻഡ് ലോട്ട് ഓഫ് അഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടാവുക. കാരണം ഉള്ളിൽ ഓപ്പോസിഷൻ റൂളിംഗ് പാർട്ടി അങ്ങനെ അതേമാതിരി ഓരോന്ന് ഡിസ്കസ് ചെയ്യും. പക്ഷേ പുറത്ത് അതെല്ലാം രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് പോളിസി പബ്ലിക് പോളിസി നിലവിൽ വരുമ്പോഴും ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. ക്രിറ്റിസിസം ഷുഡ് ബി ടേക്കൺ ഇൻ എ പോസിറ്റീവ് വേ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ചില സമയത്ത് ക്രിറ്റിസിസം ഇല്ല വിചാരിക്കുക, നമ്മൾ തെറ്റുകൾ ഉണ്ടാക്കും, നമ്മൾ തെറ്റ് ചെയ്യും. നേരെ മറിച്ച് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ചെയ്യാതെ നമ്മൾ ഇരിക്കും. അപ്പോൾ എല്ലാ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ആരെങ്കിലും പുതിയ പോളിസി ഉണ്ടാക്കുമ്പോൾ അതിന് പല വിധത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. അത് നമ്മളെ കാര്യമായിട്ട് അത് പോസിറ്റീവ് എടുക്കണം. ആ പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോസിറ്റീവ് ക്രിറ്റിസിസം ആയിരിക്കണം. ക്രിറ്റിസിസം അതായത് ഒരു ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടി ഒരു ക്രിറ്റിസിസം ചെയ്യരുത്. പോസിറ്റീവ് ക്രിറ്റിസിസം വിച്ച് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് for the welfare of the people of the nation or the nation. Public choice approach basically apply economics to the study of political process. Institutions, എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ. ഓരോ പോളിസി മേക്കിംഗ്, മെഡിക്കൽ പോളിസി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ, ഹെൽത്ത് പോളിസി ആയിക്കോട്ടെ, ഫാമിലി വെൽഫെയർ പോളിസി ആയിക്കോട്ടെ, ഇവരൊക്കെ പല എന്തിനാണ് അതൊക്കെ? വളരെയധികം നല്ല വിധത്തിൽ എല്ലാം ഓടിക്കാൻ വേണ്ടി. പഞ്ചായത്ത് രാജ് സിസ്റ്റം നോക്കൂ, ഒരു ചെറിയ എക്സാമ്പിൾ. അതിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, പിന്നെ അതേമാതിരി അതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓരോരോ ത്രിതല പഞ്ചായത്ത്, മനസ്സിലായില്ലേ? അപ്പൊ അത് പഞ്ചായത്തിന് കുറച്ച് പവർ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്കിന് വേറെ പവർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് വേറെ പവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? അപ്പോ നമ്മുടെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ മുകളിൽ നിന്ന് താഴെ വരെയാണ്. ലോകസഭയും രാജ്യസഭയും അതേ പ്രകാരം നമ്മുടെ താഴെ 3 ലെവലിലാണ്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. പബ്ലിക്കിന്റെ ഓരോരോ കാര്യങ്ങളാണ്. ഇപ്പോൾ പഞ്ചായത്തായാലും ശരി, അവർ ചെയ്യുന്ന കിണർ ഒഴുക്കിയായിക്കോട്ടെ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ആയിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിട്ടായിക്കോട്ടെ, അതേമാതിരി ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, സോഷ്യൽ ഇപ്പൊ വിഡോ ആയാലും ശരി, ആർക്കെങ്കിലും, അതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ആണ് എന്ന് മറക്കാതിരിക്കുക. ഓക്കെ. പിന്നെ നോഷൻ ഓഫ് റേഷണാലിറ്റി, മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം, പൊളിറ്റിക്സ് ആസ് എക്സ്ചേഞ്ച്, അത് ഞാൻ വിശദീകരിച്ചു തരാം. എന്താണ് പൊളിറ്റിക്സ് ആസ് എക്സ്ചേഞ്ച്? ഓക്കെ, ഇതിനെ പറ്റിയിട്ടും പറയാം ഞാൻ. പിന്നെ വിശദീകരിച്ച് ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയാം.
റോക്കസ്റ്റർ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സ് എന്ന് വെച്ചാൽ ഒബ്സർവ് ദാറ്റ് ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ് rather than individuals is meaningless and the public interest perspective in political study is misleading. അതായത് അവരുടെ റോക്കസ്റ്റർ അമേരിക്കയിലാണ് തോന്നുന്നുണ്ട്, അത് അവരുടെ ഇതാണ് പറയുന്നത്, സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സ് ഒബ്സർവ് ദാറ്റ് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ് rather than individuals is meaningless and the public interest perspective in political studies is misleading. ശരി അല്ല എന്നാണ് ചിലത് അവരുടെ അഭിപ്രായം. പിന്നെ അടുത്തത് ചിക്കാഗോ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സ്. ചിക്കാഗോ സ്കൂൾ ഓഫ് ബേസിക്കലി എന്താണ്, ഇൻ ദ ഫീൽഡ് ഓഫ് റെഗുലേഷൻ, നിയമങ്ങൾ ഇംപ്ലിമെന്റേഷനെ പറ്റിയാണ് അവർ പറയുന്നത്. ഓരോരോ നിയമങ്ങളില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? എല്ലാവരും നിയമങ്ങളില്ലേ? അപ്പോൾ ഓരോരോ നിയമങ്ങൾ ഏത് വിധത്തിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം നിയമങ്ങൾ, അതിനെ പറ്റിയാണ് ചിക്കാഗോ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സിൽ പറഞ്ഞത്. അടുത്ത് വെർജീനിയ സ്കൂൾ, അവർ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ആസ് എക്സ്ചേഞ്ച്. അത് പൊളിറ്റിക്സ് എക്സ്ചേഞ്ച് അത് അടുത്ത് പറയുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് പറയുന്നത് ചിക്കാഗോ സ്കൂൾ, ചിക്കാഗോ വെരി ഓക്കെ അതുണ്ടല്ലോ ചിക്കാഗോ, ഓക്കെ സ്കൂൾ ഓഫ് പബ്ലിക്, ഓക്കെ ദാറ്റ് ക്ലോസ് റെഗുലേറ്റഡ് ബൈ സ്റ്റേറ്റ് ദംസെൽസ്. ചിക്കാഗോ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്റ്റേറ്റ് തന്നെ ആ റെഗുലേഷൻസും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും, അതായത് themselves capture the regulatory process. Virginia schools has given the concept of politics as exchange. Appraisal of public choice approach എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ റിവ്യൂ, അതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ലോബിങ് ബൈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അതായത് പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ടാവും പലയിടത്തും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ, അവരുടെ ഓരോരോ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ പോളിസീസ് ദാറ്റ് ജനറേറ്റ്, ചില സമയത്ത് ആർട്ടിഫിഷ്യൽ പോളിസീസ് ജനങ്ങൾ, ചില പോളിസീസൊക്കെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അത് ഏതോ വിധത്തിൽ എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ഉണ്ടാകും, പക്ഷേ ജനങ്ങൾക്ക് ഉപകാരമാണോ ഇല്ലേ എന്ന് നോക്കില്ല. ഇനി പബ്ലിക് ചോയ്സ് exerts a major influence in providing coherent understanding, mutual understanding and interpretation of what would be observed everywhere. എല്ലായിടത്തും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട് വുഡ് ബി ഒബ്സർവ്ഡ് എവരിവെയർ. ദ റിയൽ ഇഷ്യൂ ഈസ് ഹൗ ടു മേക്ക് ദ സ്റ്റേറ്റ് മോർ ഡെമോക്രാറ്റിക് ആൻഡ് സിറ്റിസൺ ഫ്രണ്ട്ലി ആൻഡ് നോട്ട് ടു റിലിഗേറ്റ്, പിന്നാക്കം പോകരുത്, ടു ദ ബാക്ക്ഗ്രൗണ്ട് altogether and install a new god of market in his place. എന്താ പറയുന്നത്? പുതിയ ഇഷ്യൂ മോർ ഡെമോക്രാറ്റിക്, വളരെ ഡെമോക്രാറ്റിക് പോവുക, സിറ്റിസൺ ഫ്രണ്ട്ലി, ജനങ്ങളുടെ സൗഹാർദ്ദപരം, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഇത് ഫ്രണ്ട്ലി വേ, ആൻഡ് നോട്ട് ടു റെലിഗേറ്റ് ബാക്കിലേക്ക് പോവാതെ ആൾ ടുഗദർ ആൻഡ് ഇൻസ്റ്റാൾ പുതിയ ഗോഡ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഗവൺമെന്റ് ആയാലും ശരി, ഗവൺമെന്റിന് പല പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. സി ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പൊ കോവാക്സിൻ മറ്റേതൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്ത് അതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതേ പ്രകാരം നമ്മുടെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും, ഡിഫൻസ് മിസൈൽ, ബ്രഹ്മോസ്, അതേമാതിരിയുള്ള പലതും നമ്മൾ പല കൺട്രിയുടെ പേര് പറയുന്നില്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സ്ട്രാറ്റജിക് പോയിന്റ് ഇതാണ്, ഡിഫൻസിന്റെ സീക്രട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പലയിടത്തും നമ്മൾ അത് ഗവൺമെന്റ് അല്ലേ ചെയ്യുന്നത്. അതേമാതിരി നമ്മൾ ഉണ്ടാക്കുന്ന പബ്ലിക് സെക്ടറിന്റെ പല പ്രൊഡക്റ്റും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പല ട്രക്സ്, അതേമാതിരി പല സാധനങ്ങൾ ഓരോ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. മാർക്കറ്റ് ഗോളാണ്, ദൈവമാണ്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് സം റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രിട്ടിക്കൽ വ്യൂസ് എക്സ്പ്രസ്ഡ് ബൈ വേരിയസ് സ്കോളേഴ്സ് ഓൺ പബ്ലിക് ചോയ്സ്. ഓക്കെ, യെസ്, ദി ചീഫ് ഓഫ് വിച്ച് വാസ് ദ ലിമിറ്റേഷൻ ഓഫ് PCA in replacing the role of state. ചില സമയത്ത് എല്ലാം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ആളുകൾ ചെയ്യേണ്ടി വരും. ഇൻ മീറ്റിംഗ് സർട്ടൻ കീ ഫങ്ഷൻസ്. നോക്കൂ, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എല്ലാം സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല. പണ്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഇതുണ്ടായിരുന്നു, നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, IDPL, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അപ്പൊ അവർക്ക് തന്നെ എല്ലാ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് നോക്കൂ, ഇപ്പൊ ഓരോരോ ഈ കോവിഡിന്റെ ആയിക്കോട്ടെ വേറെ ഓരോരോ മെഡിസിൻ, ലൈഫ് സേവിങ് മെഡിസിൻ എല്ലാം പ്രൈവറ്റ് കമ്പനിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് എല്ലാ റോളും പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഗവൺമെന്റും പ്രൈവറ്റും എല്ലാം കൂടി ചെയ്യണം. പക്ഷേ
ആര് എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്തിക്സ് ആൻഡ് വാല്യൂസ്. ഇപ്പൊ നോക്കൂ, ഒരു കോവിഡ് വാക്സിനേഷൻ നോക്കൂ, എക്സാമ്പിളാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ. എത്തിക്സ് ഫോളോ ചെയ്യണം. അതായത് ഇത് ആർക്കാ കുത്തിവെക്കുന്നത്? ചിലപ്പോൾ കുട്ടികൾക്ക്, ചിലപ്പോൾ വയസ്സന്മാർക്ക്. ആ വയസ്സന്മാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പല അലൈഡ് പ്രോബ്ലംസ് ആയിരിക്കും. കിഡ്നി പ്രോബ്ലം ഉണ്ടാവും, ലിവർ പ്രോബ്ലം ഉണ്ടാവും, അതേമാതിരി വേറെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായുണ്ട്. അപ്പൊ എന്താണ് നോക്കേണ്ടത്? ഒന്നിനെയും ഈ മരുന്ന് കൊണ്ട് ഉപദ്രവം പാടില്ലേ, ആർക്കും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലേ. ഇതാണ് ഇതിന്റെ എത്തിക്സ്. അതായത് ജീവൻ നിലനിർത്തുക അല്ലെ. മരുന്ന്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ മരുന്നിന്റെ, അതേപോലെ ഓരോരോ കാര്യങ്ങളും എത്തിക്സ്. നമ്മളിപ്പോ വെദർ ഇറ്റ് ഈസ് വി ആർ മാനുഫാക്ചറിങ് എയറോപ്ലെയിൻ ഓൾസോ വാട്ട് എവർ ഈസ് ദർ. എന്താണ് എത്തിക്സ്? കാരണം നമ്മൾ ബ്രാൻഡ് വാല്യൂ, അത് ഒരാൾ കുറ്റം പറയാതെ നമ്മൾ ചെയ്യണം. ആ എത്തിക്സ് ഫോളോ ചെയ്യണം. ഓർ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അതേപോലെ നമ്മൾ ചെയ്യണം. പിന്നെ വാല്യൂസ്. പിന്നെ എന്താ കാരണം ഈ വാല്യൂസ് അറിയോ? നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാര്യം ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, പക്ഷേ വളരെ അത് സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് നമ്മൾ പിന്നെ വാല്യൂ സിസ്റ്റം ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അത് നമ്മൾ പ്രിസർവ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ, ഇപ്പോൾ സോ ആൻഡ് സോ ഏതെങ്കിലും കമ്പനി എക്സ്പോർട്ട് ചെയ്ത് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ ഈ കോവിഡ് വാക്സിൻ ആണ് വിചാരിക്കുക, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വിചാരിക്കുക അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി, ശ്രീലങ്കയ്ക്ക് കൊടുത്തു വിചാരിക്കുക. ആരയച്ചു എന്നല്ല അവിടെ നോക്കുക, ഫ്രം വേർ ഇറ്റ് ഹസ് കം, ഇന്ത്യ. അപ്പൊ അവിടെ വാല്യൂ എന്താണ്? ഇന്ത്യക്കാണ്. അതേ പ്രകാരം നമ്മൾ ഓരോരോ കാര്യങ്ങളെ കോർപ്പറേറ്റ് ഗവൺമെന്റിനുമുണ്ട് പല പല ഉത്തരവാദിത്വങ്ങളും വാല്യൂസ് എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യണം. ഓക്കെ, ഇതാണ്. പിന്നെ വേറൊന്ന്, മീനിങ് ഓഫ് പബ്ലിക് അപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു, പ്രൊപ്പോണൻസിന്റെ പറഞ്ഞു, ഇത് പറഞ്ഞു, മീനിങ് ടേം പബ്ലിക് ചോയ്സിനെ പറ്റിയിട്ട് പറഞ്ഞു, ക്വയന്റ് ഇൻ ദ ലേറ്റോ അത് ഞാൻ പറഞ്ഞു. ഇനി പറയാനുള്ളത് ഓക്കെ, സി സ്കൂൾ ഓഫ് തോട്ട് ഞാൻ പറഞ്ഞു. Now here public choice exerted a major influence in providing a coherent understanding and interpretation of what should be observed everywhere. The real issue is how to make the state more democratic and citizen friendly and not to relegate it to the background altogether. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് PCA പറഞ്ഞ വോട്ടർ ബിഹേവിയർ ഒക്കെ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ പബ്ലിക് ഒഫീഷ്യൽ. പബ്ലിക് ചോയ്സ് തിയറീസ് ഓഫൺ യൂസസ് റിസൾട്ട്സ് ഫ്രം സോഷ്യൽ ചോയ്സ് തിയറി. റോക്കസ്റ്റർ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ന്യൂ മെത്തേഡ് ഓഫ് പോസിറ്റീവ് പൊളിറ്റിക്കൽ തിയറി റെപ്രസെന്റ് ഇത് അറ്റംപ്റ്റ് ടു ബിൽഡ് ഫോർമൽ പുതിയ കലക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ് അത് പറയുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനം എടുക്കുന്ന പ്രോസസ്സ്. റിലയിങ് ഓൺ ദ അസംഷൻ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റേഷൻ, അതായത് നമ്മൾ റേദർ ദാൻ നമ്മൾ സെൽഫായിട്ട് എടുക്കുന്ന ഡിസിഷനേക്കാളും കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത്. വെർജീനിയ സ്കൂൾ ഓഫ് പബ്ലിക് ചോയ്സിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോക്കസിങ് ഓൺ പബ്ലിക് ചോയ്സ് തിയറി, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് ആൻഡ് ലോ ആൻഡ് എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ ഫോക്കസിങ് ഓൺ പബ്ലിക് ചോയ്സ് തിയറി, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് ആൻഡ് ലോ ഓഫ് എക്കണോമിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ ചോയ്സ് ഓഫ് കലക്റ്റീവ്, യെസ് ഓക്കെ, ചോയ്സ്, അത് ഇൻഡിവിജ്വൽ ചോയ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്രൈസൽ ഓഫ് യെസ് പബ്ലിക് ചോയ്സ് അപ്രോച്ച്. നോ ഹിയർ വെർജീനിയ സ്കൂളിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ബേസിക് പ്രിമൈസ് ഓഫ് നോഷൻ ഈസ് റേഷണാലിറ്റി. ഈ 12ാമത്തെ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബേസിക് പ്രിമൈസ് ഈസ് നോഷൻ ഓഫ് റേഷണാലിറ്റി. പിന്നെ രണ്ടാമത് എൻഗേർഡ് ഇൻ മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം. ആങ്കേർഡ്, അതായത് മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം, ഓരോരോ സ്വയം ചെയ്യുന്ന കാര്യങ്ങളെ. നോ പൊളിറ്റിക്സ് എക്സ്ചേഞ്ച് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പൊളിറ്റിക്സ് ഇൻ എക്സ്ചേഞ്ച്. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ ഉദാഹരണം ഇലക്ഷനിൽ ഫണ്ടിങ് ഉണ്ട്. പൊളിറ്റിക്സിൽ ചില പാർട്ടിക്ക് പൈസ ചിലപ്പോൾ കൊടുക്കുന്നല്ലോ, ചില ഫണ്ടിങ് എല്ലാം ഉണ്ടല്ലോ. ഇത് പൊളിറ്റിക് എക്സ്ചേഞ്ച് ആണുള്ളത്. അപ്പോൾ
ആ ഭരണത്തിൽ വരുന്ന ഏതാണ് പാർട്ടി എന്ന് വെച്ചാൽ ചില സമയത്ത് മറ്റുള്ളവർക്ക് ഫേവർ ചെയ്യും. ഇതാണ് പൊളിറ്റിക്സ് ഇൻ എക്സ്ചേഞ്ച്. അപ്പോൾ പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ചില സമയത്തേ. പക്ഷെ ഇവിടെ വേറൊരു കാര്യം എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ എടുക്കൂ. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയിലെ നമ്മൾ അത് കാരണം വേറെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല റെയിൽവേയിൽ. അതായത് നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉള്ള സിസ്റ്റമാണ്, നമ്മുടെ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് നമ്മുടെ. അപ്പോൾ ഇന്ത്യയുടെ യുനിക് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഇന്ത്യയുടെ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പെർഹാപ്സ് ഇൻ ദ വേൾഡ് ആൾസോ, തേർഡ് ഓർ ഫോർത്ത് ഐ തിങ്ക് പ്ലേസ് ഇന്ത്യ. അപ്പോൾ റെയിൽവേയില് നോക്കുന്ന സമയത്ത് അവിടെ അതും അത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ്, അവിടെ പൊളിറ്റിക്സും പറ്റില്ല, ഒരു എക്സ്ചേഞ്ചും പറ്റില്ല, യാതൊന്നും പറ്റില്ല. മറ്റോടത്ത് പറ്റും, ഏതിപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച്. റെയിൽവേയിൽ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൽ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല അതിൽ, മനസ്സിലായില്ലേ? പിന്നെ പൊളിറ്റിക്സ് ആസ് എക്സ്ചേഞ്ച് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അത് പറഞ്ഞു. സെൽഫ് ഇൻട്രസ്റ്റഡ് ബ്യൂറോക്രസി. പിന്നെ ചിലരെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ് ബ്യൂറോക്രസിയിൽ. അതായത് ബ്യൂറോക്രസിയിൽ ആ പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാര്യം മറക്കും, ജനസേവനം മറക്കും. അവരുടെ കാര്യം ഒരു ട്രാൻസ്പെറൻസി ഇല്ല, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. അതേമാതിരി ജനങ്ങളോട് ഗവൺമെൻറ് പോളിസി ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് പിന്നെ ഓഫ് കോഴ്സ് മന്ത്രിമാർ ചെയ്യാതെ, എങ്കിലും അവർ വളരെ എന്താ പറയണ്ടത്, റിജിഡായിട്ട്, ഫ്ലെക്സിബിൾ അല്ല. ബ്യൂറോക്രാറ്റ്സ് ആർ നോട്ട് ഫ്ലെക്സിബിൾ. നിയമത്തിൻ്റെ പരിധിയിൽ അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല. ചിലപ്പോൾ അത് പറ്റില്ല, ചില സമയത്ത് അത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ പെരുമാറേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. അത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നോക്കുക. അപ്പം പക്ഷേ ബ്യൂറോക്രസി റിസ്ക് എടുക്കില്ല ചില സമയത്ത്. അവർ വളരെ വളരെ റിജിഡായിട്ടാണ് ചില സമയത്ത് ചെയ്യുന്നത്. അത് നമ്മുടെ ഭരണം അവരെന്താ വെച്ചാൽ അങ്ങോട്ടും നോക്കില്ല ഇങ്ങോട്ടും നോക്കില്ല. പിന്നെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ ബ്യൂറോക്രസിയിൽ ഇല്ല. അവരുടെ അസോസിയേഷൻ ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം കേട്ടോ. ഇന്റർപേഴ്സണൽ റിലേഷൻ പറഞ്ഞാൽ അറിയാം, സൗഹാർദ്ദപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് വളരെ നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടും അതേമാതിരിയുള്ള അവരുടെ പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഷെയറിങ് ഓഫ് ഇൻഫർമേഷനെ പറ്റിയിട്ടോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയും ബ്യൂറോക്രസിക്കില്ല. അപ്പോൾ അത് കുറച്ച് നമ്മൾ അവർക്ക് എന്താ വെച്ചാൽ UPSC സെലക്ഷനാണ്, സാലറി വളരെയധികം സെക്യൂർഡ് ജോബാണ്, അവരെ മാറ്റാൻ പറ്റില്ല. അവരെ സസ്പെൻഡ് ചെയ്യാച്ചാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം, ഡിസ്മിസ് ചെയ്യാനും ഗവൺമെൻറ് സാധ്യമല്ല, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വേണം. അപ്പോൾ ഇതൊക്കെ അവരുടെ സെക്യൂരിറ്റിയാണ്. അതേമാതിരി IPS, IAS, IFS ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ബിക്കംസ് അവരെന്താണെന്ന് വെച്ചാൽ വളരെ സൂപ്പർ പവറായിട്ട് മറക്കരുതേ. ചിലയിടത്ത് ചില മന്ത്രിമാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പവർഫുള്ളാണ് ബ്യൂറോക്രാറ്റ്സ്, സെക്രട്ടറീസ്. അപ്പോൾ പക്ഷെ അത് നല്ലതിനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവാണ് ഒരു MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഒരു MP ആയിക്കോട്ടെ. മന്ത്രിയുടെ കീഴിലാണ് ബ്യൂറോക്രാറ്റ് വർക്ക് ചെയ്യുന്നത്. മന്ത്രിക്ക് പല ഉത്തരവാദിത്തങ്ങളും സോഷ്യൽ ഓബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും. ബ്യൂറോക്രാറ്റ്സിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ജോലി ചെയ്താലും ശമ്പളം കിട്ടും. പക്ഷേ മന്ത്രിമാർക്ക് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുമ്പോൾ അവർ പറഞ്ഞത് ഫുൾഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെ പ്രോബ്ലമാറ്റിക് ആയിരിക്കും. അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ ബ്യൂറോക്രസിയുടെ ഒരു ഇതാണ്. പക്ഷെ അവർക്ക് അവരുടേതായ നല്ലവരും ഉണ്ട്, അതേമാതിരി ചിലപ്പോൾ കറപ്ഷൻ ഉണ്ട്. അവർ പല പല പോളിസിക്കും എതിരായിരിക്കും. ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വെറും ഹഡിലായിട്ട് പരിണമിക്കും. അതായത് അത് പാടില്ല ഇത് പാടില്ല, നല്ലതും ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനിച്ചാൽ തന്നെ അതിനെ വിപരീതമായി ചെയ്യും. പിന്നെ സെൽഫ് ഇൻട്രസ്റ്റഡ് ബ്യൂറോക്രസി പറ്റി പറഞ്ഞു. പിന്നെ ബാർഗെയിനിങ് ആൻഡ് എക്സ്ചേഞ്ച് അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ. ബാർഗെയിനിങ് ആൻഡ് എക്സ്ചേഞ്ച് അറ്റ് പൊളിറ്റിക്കൽ ലെവൽ. ഇറ്റ് ഫോക്കസ് ഓൺ പ്രോസസ് rather than outcome. ബാർഗെയിനിങ് ഇൻ പൊളിറ്റിക്കൽ this thing also. Okay, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി this thing lobbying by interest groups എന്താണ്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് പറഞ്ഞാൽ പല ആളുകളും പല ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. പല ഗ്രൂപ്പ് അവരുടേതായ സെൽഫിഷ് അതിനു വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
പിന്നെ പുതിയ എന്താ പറയണ്ടത് പ്രഷർ ഗവൺമെൻറ് ചെലുത്തും. ചില റിലീജിയൻ ആയിക്കോട്ടെ, ചില വേറെ എന്താ പറയണ്ടത് പല അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഗവൺമെൻറ്റിനെ വളരെയധികം ബുദ്ധിമുട്ടിൽ ആക്കുന്ന ചില ഏർപ്പാടുകളുണ്ട്. അപ്പോൾ പക്ഷെ അത് ഗവൺമെൻറ്റിന് അത് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയും. ചിലപ്പോൾ റിലീജിയനെ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ അതല്ല വോട്ട് ബാങ്കാണ്. അപ്പോൾ ഗവൺമെന്റിനെ അംഗീകരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ പബ്ലിക് ചോയ്സ് എപ്പോഴും exerted a major influence in providing and coherent understanding and interpretation of what would be observed everywhere. അപ്പോൾ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അതായത് ബച്ച്നാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മേജർ ഇൻഫ്ലുവൻസ് ഇൻ പ്രൊവൈഡിങ് എ കൊഹിറന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട് വുഡ് ബി ഒബ്സർവ്ഡ് എവരി. എല്ലായിടത്തും എന്താണ് വേണ്ടത്? ഇൽസ് ഓഫ് ഗവൺമെന്റിന്റെ ഓരോരോ വിഷമം പിടിച്ച ഓരോ കാര്യങ്ങളുണ്ടല്ലോ. Government failure is visible throughout. It was found, that government was not able to offer promised collective. ജനങ്ങൾക്കോട് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ ചില സമയത്ത് ഗവൺമെന്റിന് പറ്റില്ല. പബ്ലിക് ചോയ്സ് ഗേവ്, അതുകൊണ്ട് ഗേവ്. അപ്പൊ ജനങ്ങൾക്ക് എക്സ്പെക്ടേഷൻ കൂടുതലാണ്. അപ്പൊ ഫൗണ്ടേഷൻ ഓഫ് സച്ച് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും പ്രോമിസ് ഫുൾഫിൽ ചെയ്യണം. സോ അതാണ് പബ്ലിക് ചോയ്സ്. എന്താണ്? they require something and government has to deliver. അതാണ് ഗവൺമെന്റിന് ചില ചോയ്സ്, പബ്ലിക്കിന് ചില ചോയ്സ് ഉണ്ടായല്ലോ. സോ അറ്റ് ദ സെയിം ടൈം ദർ ആർ ഇംപിരിക്കൽ. ചില സമയത്ത് ഗവൺമെന്റിന് പബ്ലിക്കിന്റെ പ്രഷർ കൊണ്ട് അത് പബ്ലിക്കിന്റെ ഫേവറായിട്ട് അവർ ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ക്രിറ്റിസിസം ഉണ്ടായിരിക്കും ചില സമയത്ത് കേട്ടോ. ചില സമയത്ത് ബാങ്ക് തന്നെ പോവും, ഗവൺമെന്റ് തന്നെ പോവും. അപ്പോൾ ജനങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഇതിന്റെ നമ്മുടെ എല്ലാന്റെയും ഉടമസ്ഥന്മാരെ ഇവർക്ക് എലക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഇതാണല്ലോ. അപ്പൊ ജനസേവനമാണല്ലോ ഏറ്റവും പരപ്രധാനം. സോ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടേത് ഗവൺമെന്റിന്റെ ഇത്. പിന്നെ ദോ ദ സെൻട്രൽ ടെനൻസ് of such schools were the critical perspective of state bureaucracy, it led to thinking process of individual and collective choices and the ways of regulating the state. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോളിസി, പബ്ലിക് പോളിസി ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വിചാരിക്കുക, ഗവൺമെന്റ് പോളിസി ആയിക്കോട്ടെ, അത് ജനങ്ങളോട് കൂടി, അത് സ്റ്റേറ്റ് ഗവൺമെന്റിനോടും യൂണിയൻ ടെറിട്ടറിയോടും എല്ലാവരുടെയും ഇൻപുട്സ് കളക്ട് ചെയ്തിട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അതേ പ്രകാരം അല്ലെങ്കിൽ എന്താ പറയുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം എന്താ പറയുക, പല സെറ്റ് ബാക്ക്. ഞാൻ ഉദാഹരണം ജസ്റ്റ് ഒരു എക്സാമ്പിളോട് കൂടി അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് ജനങ്ങളുടെ ഫീഡ്ബാക്ക്. അതായത് പണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ TN Seshan, once upon a time, when he wanted to implement the election, that vote, card, identity card, lot of protest was there from certain corner. A lot of protest was there. അപ്പോൾ പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു, ഇറ്റ് ഈസ് കമ്പൽസറി ആസ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി. രാജ്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, രാജ്യത്തിന്റെ ഇതൊരു ആവശ്യമാണ്, ഫണ്ടമെന്റൽ ഒരു ഇതാണ്, ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിർബന്ധപൂർവ്വം ആദ്യം ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻപുട്ട് എല്ലാം കളക്ട് ചെയ്ത് ഓരോരോ സ്റ്റേറ്റ് ഓരോ വിധത്തിലുള്ള പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഹാർ അതേമാതിരിയുള്ള പല സ്റ്റേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം election commissioner told that it is very very necessary to safeguard the interest of the nation. അതായത് നമ്മുടെ ബോഗസ് വോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഐഡന്റിറ്റി കാർഡ് നിലവിൽ വന്നു. അപ്പൊ ഇപ്പൊ നോക്കൂ, സ്മൂത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് എലക്ഷൻ എവരിവെയർ, വെദർ ഇറ്റ് ഈസ് ഇൻ ദ ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് അസംബ്ലി ഓർ മുനിസിപ്പാലിറ്റി ഓർ വേറെവർ ഇറ്റ് ഈസ്, വളരെയധികം ബൂത്ത് ക്യാപ്ചറിങ് അതൊന്നുമില്ല, പനിഷബിൾ ആണ്, കറപ്ഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, പലതും കൺട്രോൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതാണ് വെനവർ. അതേമാതിരി കമ്പനികളിലും പുതിയ പേഴ്സണൽ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി വെരി നെസസറി ടു ഡിസ്കസ് വിത്ത് ദ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്. അവരോടും കൂടി ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് ഓഫ് ദീസ് വർക്കേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് എനി പേഴ്സണൽ റിലേറ്റഡ് പോളിസീസ് so that they will be able to implement properly. Otherwise there will be resistance from their side. So these are the public, some of the aspects of the public administration. The remaining, of course, the next chapters, it will be deliberated. Namaste. Namaste.